ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ റോഡിലേക്ക് ഇപ്പോൾ നോക്കിയാൽ അറിയാം, ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം ദിവസം പ്രതി കൂടി വരികയാണ്. ഇവ പരിസ്ഥിതിക്ക് വളരെ നല്ലതാണെങ്കിലും നമ്മളെ എല്ലാവരും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമുണ്ട്: വണ്ടിയുടെ ചാർജിങ്. വണ്ടിയുടെ ചാർജ് തീർന്നാൽ അത് വീണ്ടും ചാർജ് ചെയ്യാൻ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരും. എന്നാൽ ഈ ഒരു പ്രശ്നത്തിന് വളരെ ലളിതവും വിപ്ലവകരവുമായ ഒരു പരിഹാരവുമായിട്ടാണ് സൺ മൊബിലിറ്റി എത്തിയിരിക്കുന്നത്. ചാർജ് തീർന്ന ബാറ്ററി നൽകി ഫുൾ ചാർജുള്ള പുതിയൊരു ബാറ്ററി വെറും 2 മിനിറ്റിൽ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു സ്മാർട്ട് മെഷീൻ. കഴിഞ്ഞ ദിവസം ഞാൻ നേരിട്ട് കണ്ട ഈ കാഴ്ചയും അതിൻ്റെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. ആദ്യമായി എന്താണ് ഈ ബാറ്ററി സ്വാപ്പിംഗ് എന്ന് ലളിതമായി മനസ്സിലാക്കാം. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിൻ്റെ ചാർജ് തീരുമ്പോൾ എന്താണ് ചെയ്യാറുള്ളത്? തീർന്ന സിലിണ്ടർ ഏജൻസിക്ക് കൊടുത്ത് നമ്മൾ നിറഞ്ഞ പുതിയൊരു സിലിണ്ടർ വാങ്ങാറുണ്ട്, അല്ലേ? അതേ സാങ്കേതികവിദ്യ തന്നെയാണ് ഇവിടെയും വാഹനങ്ങളുടെ ബാറ്ററിക്കും ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മളൊരു ഇലക്ട്രിക് വാഹനം വാങ്ങുമ്പോൾ അതിൻ്റെ പകുതിയോളം വില വരുന്നത് അതിൻ്റെ ബാറ്ററിക്കാണ്. എന്നാൽ ഈ ഒരു സിസ്റ്റത്തിൽ നിങ്ങൾ വാഹനം മാത്രം വാങ്ങിയാൽ മതി, ബാറ്ററി വാങ്ങേണ്ടതിൻ്റെ ആവശ്യമില്ല. ബാറ്ററി സൺ മൊബിലിറ്റിയുടേത് ഉപയോഗിക്കാം. ഇതിലൂടെ വാഹനത്തിൻ്റെ വില വലിയ രീതിയിൽ കുറയുന്നു. ഭാവിയിൽ ബാറ്ററി കേടാകുമോ എന്ന ഭയവും വേണ്ട. ഇനി ഇത് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് എന്ന് നോക്കാം. ഇതിൻ്റെ പ്രോസസ്സ് വളരെ ലളിതമാണ്, ആർക്കും എളുപ്പത്തിൽ ചെയ്യാം. ആദ്യം ഡ്രൈവർ തൻ്റെ വാഹനത്തിൽ നിന്ന് ചാർജ് തീർന്ന സ്മാർട്ട് ബാറ്ററി പുറത്തെടുക്കുന്നു. ഈ ബാറ്ററികൾക്ക് ഭാരം കുറവായതുകൊണ്ട് കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതിനുശേഷം സ്റ്റേഷന് മുന്നിലുള്ള ഡിസ്പ്ലേയിൽ അവരുടെ സ്മാർട്ട് കാർഡോ അല്ലെങ്കിൽ മൊബൈൽ ആപ്പിലെ QR കോഡോ സ്കാൻ ചെയ്യുക. ഉടൻ തന്നെ മെഷീനിലെ ഒരു ഒഴിഞ്ഞ സ്ലോട്ട് തനിയെ തുറക്കും. ഡ്രൈവർ ചാർജ് തീർന്ന ബാറ്ററി അതിലേക്ക് വെച്ച് അടയ്ക്കുന്നു. ഒരു നിമിഷം കൊണ്ട് മെഷീൻ ആ ബാറ്ററിയുടെ അവസ്ഥ പരിശോധിച്ച് ഉറപ്പുവരുത്തും. തൊട്ടടുത്ത സെക്കൻഡിൽ ഫുൾ ചാർജായ പുതിയ ബാറ്ററി ഇരിക്കുന്ന മറ്റൊരു സ്ലോട്ട് ഓട്ടോമാറ്റിക്കായി തുറന്നു വരും. അത് എടുത്ത് വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് യാത്ര തുടരാം. പെട്രോൾ അടിക്കുന്നതിനേക്കാൾ വേഗത്തിൽ കാര്യം കഴിഞ്ഞു. ഈ സിസ്റ്റം കൊണ്ട് വാഹന ഉടമകൾക്ക് എന്തൊക്കെയാണ് ലാഭം എന്ന് നോക്കാം. ഒന്നാമതായി സമയലാഭം തന്നെ. വണ്ടി ചാർജ് ചെയ്യാൻ വലിയൊരു സമയം മാറ്റി വയ്ക്കേണ്ടതായി വരുന്നില്ല. രണ്ടാമതായി സാമ്പത്തിക ലാഭമാണ്. സാധാരണ ഇലക്ട്രിക് വാഹനങ്ങളിൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ബാറ്ററി മാറ്റാൻ വലിയൊരു തുക ചിലവഴിക്കേണ്ടി വരാറുണ്ട്. ഇവിടെ ആ റിസ്ക്കും പൂർണ്ണമായും കമ്പനിക്കാണ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, നമ്മൾ ബൈക്ക് വാങ്ങുമ്പോൾ ബാറ്ററി വാങ്ങേണ്ട ആവശ്യമില്ലെന്ന്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നിയേക്കാം, അപ്പോൾ വണ്ടി മാത്രമായി വാങ്ങിയാൽ ബാറ്ററി നമുക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന്. സാധാരണയായി നമ്മളൊരു ഫോൺ വാങ്ങുമ്പോൾ അതിൻ്റെ സിം കാർഡ് ചൂസ് ചെയ്യുന്ന പോലെയാണ് ഇവിടെ ബാറ്ററി ചൂസ് ചെയ്യുന്നത്. നമ്മളൊരു പുതിയ ഫോൺ വാങ്ങി നമുക്കതിൽ എയർടെൽ വേണോ ഐഡിയ വേണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. അതുപോലെ നമ്മൾ ബാറ്ററി ഒരു സർവീസ് പ്രൊവൈഡർ എന്ന രീതിയിൽ നമ്മൾ ആ ബാറ്ററിയെ പർച്ചേസ് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ ബാറ്ററി നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്നില്ല, പകരം അവരുടെ സർവീസ് മാത്രമാണ് വാങ്ങുന്നത്. സൺ മൊബിലിറ്റി മാത്രമാണോ ഇങ്ങനത്തെ പാക്കേജ് നൽകുന്നത്? അല്ല. ഇന്ത്യയിൽ ഒരുപാട് കമ്പനികളുണ്ട്, ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. ഞാൻ ഈ സൺ മൊബിലിറ്റിയുടെ സ്വാപ്പിംഗ് മെഷീൻ കണ്ടതുകൊണ്ട് മാത്രം അതിനെക്കുറിച്ച് സംസാരിച്ചതേ ഉള്ളൂ. എന്നാൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത് സൺ മൊബിലിറ്റിയെക്കുറിച്ചല്ല, ശരിക്കും അവരുടെ ടെക്നോളജിയെക്കുറിച്ചാണ്. ഇനി ഏതൊക്കെ വാഹനങ്ങളിലാണ് നമുക്ക് ഈ ടെക്നോളജി ഉപയോഗിക്കാൻ പറ്റുന്നത്? ഞാൻ ബാംഗ്ലൂരിൽ ഏറ്റവും കൂടുതൽ കണ്ടുവന്നത് ബൗൺസ് ഇൻഫിനിറ്റി E1 എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അതുപോലൊപ്പം തന്നെ ഒഡീസി വേഡർ, അതുപോലുള്ള മറ്റ് കമ്പനികളുമുണ്ട്. ബൗൺസ് ഇൻഫിനിറ്റി E1 അതിൻ്റെ സൺ എഡിഷൻ, ആ വണ്ടിയാണ് നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് ഏകദേശം 36,000 മുതൽ 65,000 രൂപ വരെ വിലയിൽ അത് ലഭ്യമാണ്. പൊതുവെ ഡെലിവറി ബൈക്കുകൾ, ഈ സുമാറ്റോ, സ്വിഗ്ഗി, ആമസോൺ തുടങ്ങിയ കമ്പനികളുടെ ഡെലിവറി ബൈക്കുകൾ ഈ സർവീസ് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് പെട്രോൾ വെഹിക്കിൾ അതുപോലെ തന്നെ മറ്റ് EV വെഹിക്കിളുമായി ഇതിനെ ഒന്ന് താരതമ്യം ചെയ്യാം. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വണ്ടിയുടെ വിലക്കുറവാണ്. ഇനി നമ്മൾ ഫിക്സഡ് ബാറ്ററിയായ ഓല, ഏത്തർ ഇതുപോലുള്ള വണ്ടികളിലെ ബാറ്ററി ചാർജ് ചെയ്യുന്നതിൻ്റെ ചിലവുമായിരുന്നു കമ്പയർ ചെയ്യാം. ഈ വണ്ടികൾക്ക് ഏതാണ്ട് 20 പൈസയാണ് നമുക്ക് 1 കിലോമീറ്ററിന് ചിലവാകുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു 1000 കിലോമീറ്റർ ഓടിക്കണമെങ്കിൽ ഒരു മാസം ഏതാണ്ട് ഒരു 250-350 രൂപയ്ക്കകത്ത് നമുക്ക് കറണ്ട് ബില്ല് വന്നേക്കാം. എന്നാൽ സൺ മൊബിലിറ്റി പോലുള്ള കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ടെക്നോളജി ഉപയോഗിച്ച് സ്വാപ്പബിൾ ബാറ്ററി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏതാണ്ട് ഒരു കിലോമീറ്ററിന് 80 പൈസയോളം വരും, ഏതാണ്ട് 4 ഇരട്ടിയോളം. എന്നാലും
ഇത് പെട്രോൾ വണ്ടികളെ വെച്ച് നോക്കുകയാണെങ്കിൽ 50% നമുക്ക് പൈസ ലാഭിക്കാം. അപ്പോൾ ഇവയിൽ ഏതാണ് മെച്ചം എന്ന് ചോദിച്ചാൽ, മെച്ചം നമ്മൾ ഏത് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു, എന്താണ് നമ്മുടെ ആവശ്യം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇപ്പോൾ നമ്മൾ സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള ഡെലിവറി ജോലികളോ അല്ലെങ്കിൽ സിറ്റിയിൽ ഒരുപാട് ദൂരം ഒരു ദിവസം ചുറ്റേണ്ടി വരുന്ന ജോലികളോ മറ്റോ ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് തീർച്ചയായും ഇതുപോലുള്ള സ്വാപ്പബിൾ ബാറ്ററി വരുന്ന ബൈക്കുകൾ വാങ്ങാവുന്നതാണ്.